നമുക്ക് പറ്റിയൊരു വലിയ ചതിയെക്കുറിച്ച് പറയാനാണ് ഈ വീഡിയോ കേട്ടോ. നിങ്ങൾ തിരുവനന്തപുരംകാരാണെങ്കിൽ ഒന്ന് സൂക്ഷിച്ചോ കേട്ടോ. ഇവൻ പറയുന്നത് ഇവന് ലൈസൻസ് ഉണ്ട്, ഇവൻ്റെ വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ട്, അതുകൊണ്ട് എന്ത് വേണേലും ചെയ്യാമെന്നുള്ള രീതിയിലാണ് ഇവൻ സംസാരിക്കുന്നത്. നിങ്ങൾ വഴി കൂടെ നടന്നു പോയാൽ ഇവൻ ചിലപ്പോൾ ഇവൻ്റെ ഓട്ടോ കയറ്റി കൊല്ലാനും ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ വണ്ടിയെ വന്ന് നിങ്ങൾ നിർത്തിയിട്ടിരിക്കുന്ന വണ്ടിയെ വന്ന് ഇടിച്ചാലും 1 രൂപ പോലും ഇവൻ തരൂല. ഇവൻ പറയുന്നത് ഇവന് ലൈസൻസും ഉണ്ട്, ഇൻഷുറൻസും ഉണ്ടെന്നാണ്. കഴിഞ്ഞ മാസം എയർപോർട്ടിൻ്റെ സൈഡിൽ ഒതുക്കി നിർത്തിയിട്ടിരുന്ന നമ്മുടെ വണ്ടിയിൽ ഇവൻ്റെ ഓട്ടോ വന്ന് പുറകിൽ വന്ന് ഇടിക്കുകയും വണ്ടിക്കൊരു 15,000 രൂപയുടെ പണി ഉണ്ടാകുകയും ചെയ്തു. ആ സമയത്ത് ഇവൻ പറഞ്ഞ ഒത്തുതീർപ്പിന് തയ്യാറാണ്, വണ്ടി നന്നാക്കി തരാം എന്നുള്ള വ്യവസ്ഥയിൽ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോകാതെ തിരിച്ചു പോന്നു. നമ്മുടെ വണ്ടി പണിതിറക്കി കഴിഞ്ഞപ്പോൾ തൊട്ട് അവൻ പൈസ തരാൻ ചോദിക്കുമ്പോഴല്ല, നിങ്ങൾ കൊണ്ട് കേസ് കൊടുക്കുക, എനിക്ക് തരാൻ മനസ്സില്ല എന്ന രീതിയിലാണ് ഇവൻ സംസാരിക്കുന്നത് മുഴുവൻ. പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങി നടക്കാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് അന്ന് കേസ് കൊടുക്കാതെ നമ്മൾ തിരിച്ചു പോകുന്നത്. ഇതിൻ്റെ പേര് പിന്നീട് സ്റ്റേഷനിൽ കൊണ്ട് കേസ് കൊടുത്ത് നമ്മൾ, എന്നിട്ട് പോലും പോലീസുകാർ പോലും ഇയാളുടെ വശത്താണ്. ഒരു പൈസ മേടിച്ച് തരാൻ അവർക്ക് പറ്റില്ല എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. ഇപ്പം അവൻ കൊണ്ട് കേസ് കൊടുക്കുക എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത്. അവൻ്റെ വണ്ടി പണിതിറങ്ങി, നമ്മുടെ വണ്ടി പണിതിറങ്ങിയതിന് ശേഷമാണ് അവൻ പൈസ തരൂല്ല, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, എനിക്ക് ലൈസൻസ് ഉണ്ട്, ഇൻഷുറൻസ് ഉണ്ട്, അതുകൊണ്ട് എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇനി നാളെ വേറൊരാളുടെ ദേഹത്ത് ഇവൻ്റെ വണ്ടി കയറിയാലും ഇവൻ പറയാൻ പോകുന്നത് ഇതാണ്, ഇനി ഇവൻ്റെ വണ്ടി ഏതെങ്കിലും വണ്ടി വന്ന് ഇടിച്ചാലും നിങ്ങൾക്കൊരു മുന്നറിയിപ്പ് കൂടെയാണ്. ഇവൻ്റെ വണ്ടിയിൽ ഏതെങ്കിലും വണ്ടിയിൽ ഇവൻ്റെ വണ്ടി വന്ന് ഇടിച്ചാൽ നിങ്ങൾ അപ്പം തന്നെ ഇവൻ്റെ പേര് കേസ് കൊടുക്കണം. കാരണം നമുക്ക് പറ്റിയ അബദ്ധം ഇനി വരരുത്. ഇവൻ ഉറങ്ങിപ്പോയതാണ്, ഇവൻ കള്ള് കുടിച്ച് ഉറങ്ങിപ്പോയതാണെന്ന്. എന്നിട്ട് അവന് കേസ് കൊടുത്താൽ അവന് പ്രോബ്ലം ആകുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് അവനന്ന് ഒത്തുതീർപ്പിന് തയ്യാറായത്. നമുക്ക് പറ്റിയ ഒരു അബദ്ധം നിങ്ങൾക്ക് ഇനി ഒരിക്കലും പറ്റരുത്. അവൻ്റെ വിചാരമെന്ന് വെച്ചാൽ ഇൻഷുറൻസും ലൈസൻസും അവന് റോഡിലിറങ്ങി എന്ത് തോന്നിവാസവും ചെയ്യാനുള്ള ഒരു ലൈസൻസ് ആയിട്ടാണ് അവൻ ഈ ഡ്രൈവിംഗ് ലൈസൻസ് കാണുന്നത്. ഇവൻ്റെ പേര് യൂജൻ എന്നാണ്. അതുപോലെ തന്നെ വെട്ടിക്കാട് പള്ളിയുടെ ആ ഭാഗത്താണ് ഇവൻ താമസിക്കുന്നത്. ഇവൻ സ്ഥിരമായിട്ട് ഇങ്ങനെ വെള്ളം അടിച്ച് തന്നെയാണ് വണ്ടി ഓടിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ജീവനിൽ നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ ഇവനെ സൂക്ഷിക്കുക. പോലീസിൽ കേസ് കൊടുത്തിട്ടൊന്നും ഒരു പ്രയോജനമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവൻ പറയുന്നത് ഇവൻ്റെ 3 പാർട്ടിക്കാർ ഇവൻ്റെ കയ്യിലുണ്ടെന്നാണ് ഇവൻ പറയുന്നത്. പോലീസിൽ വിളിച്ച് പറഞ്ഞാൽ പോലീസുകാർ അവൻ്റെ കൂടെ ഉണ്ടെന്നാണ് ഇവൻ സംസാരിക്കുന്നതൊക്കെ. ഇവൻ്റെ വണ്ടി ഇങ്ങനെ